കർത്താവിനെ സ്നേഹിക്കുന്ന ഈ വാത്സല്യ ഭവനത്തിൽ ചൂടേറിയ മരിയാത്രയിൽ നമ്മുടെ പ്രാണനെ തണുപ്പിക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ അഭയം പ്രാപിപ്പാനായിട്ട് നമുക്ക് ഇത്രയും പേർക്ക് കർത്താവ് സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സുവിശേഷത്തിനായിട്ട് ചെലവിടുകയും ചെലവായി പോവുകയും ചെയ്യുന്ന ഈ ഭവനത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ബോസേട്ടനോടുള്ള ബന്ധത്തിൽ എൻ്റെ ചെറുപ്രായത്തിൽ തന്നെ പല നിലകളിൽ എന്നെ പ്രോത്സാഹിപ്പിക്കുകയും പല ഘട്ടങ്ങളിൽ നല്ല ആലോചനകൾ പറഞ്ഞ് തരികയും ചെയ്തിട്ടുള്ള പ്രിയ കർത്തൃദാസനാണ്. മാത്രമല്ല, ഈ നാളുകളിൽ ചൊവ്വാഴ്ച പ്രാർത്ഥനകളിൽ ഇരിക്കുമ്പോൾ ലോകത്തിന്റെ കാലഗതികളെ ശരിയായ രീതിയിൽ വിലയിരുത്തി ആ രീതിയിൽ ഭാരത്തോടുകൂടെ പ്രാർത്ഥിക്കാനായിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രകൃതം തനിക്കുണ്ട്. ആ നിലയിൽ കർത്താവിന്റെ കാര്യങ്ങളിൽ വളരെ ഉത്സാഹമുള്ളവരായിരിക്കുന്ന ഈ കുടുംബത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഇന്നത്തെ വചന വിചിന്തനത്തിനായിട്ട് ഞാൻ ഈ ദിവസങ്ങളിൽ വായിക്കുകയും മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു പുസ്തകത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ തിരിക്കുകയാണ്. പഴയ നിയമത്തിലെ സംശയിക്കുന്ന തോമസ് എന്ന് വേദ വ്യാഖ്യാതാക്കൾ വിളിക്കുന്ന ഒരു പുസ്തകത്തിലേക്കാണ് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് ആ വ്യക്തിയുടെ പശ്ചാത്തലം ഒന്നും രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് അത് വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നില്ല. ക്രിസ്തീയ വിശ്വാസത്തിന്റെ തന്നെ ഒരു പ്രധാന പ്രമാണം ആ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. യെഹെസ്കേൽ, യിരെമ്യാവ് എന്നിവരുടെ സമകാലീനനായിരുന്നു എന്നാണ് അദ്ദേഹത്തെ കണക്കാക്കപ്പെടുന്നത്. ലേവ്യ ഗോത്രക്കാരനും ഗായക സംഘത്തിലെ അംഗവും എന്നും വേദപണ്ഡിതർ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നുണ്ട്. കരച്ചിലിൽ ആരംഭിച്ച് കീർത്തനത്തിൽ അവസാനിക്കുന്ന ഒരു പുസ്തകമാണിത്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ആശയക്കുഴപ്പത്തിൽ ആരംഭിച്ച് ആരാധനയിൽ അവസാനിക്കുന്ന ഒരു ഗ്രന്ഥം. കുറച്ചു നാളുകൾക്ക് മുൻപ് റോളൻഡേട്ടൻ പ്രവചനത്തിൽ നിന്ന് നമ്മളോട് സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളതും ഞാൻ ഓർക്കുകയാണ്. ഇന്ന് ആ പ്രവചനം പുസ്തകമായ ചെറിയ പ്രവാചകനായ ഹബക്കൂക്കിന്റെ പ്രവചനത്തിൽ നിന്ന് ചില കാര്യങ്ങളാണ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനാധാരമായിട്ട് ഹബക്കൂക്കിന്റെ പ്രവചനം 1-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 1:12. ദൈവമായ യഹോവേ, നീ പുരാതനമേ, എന്റെ പരിശുദ്ധനല്ലയോ? അവർ മരിക്കയില്ല. യഹോവേ, നീ അവനെ ന്യായവിധിക്കായി നിയമിച്ചിരിക്കുന്നു. പാറയായുള്ളവേ, ശിക്ഷയ്ക്കായി നീ അവനെ നിയോഗിച്ചിരിക്കുന്നു. ഈ പ്രവചനത്തെ കുറിച്ചിട്ടുള്ള അറിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ട് എന്നുള്ളത് എനിക്കറിയാം. എങ്കിലും ഒരു സന്ദേശത്തോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് ഒരു സംഗ്രഹം പോലെ പറഞ്ഞ് ദൈവാത്മാവ് എനിക്ക് നൽകിയ ആലോചന വേഗത്തിൽ പറഞ്ഞിരിക്കാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ശലോമോന്റെ കാലശേഷം നമുക്കറിയാം ഇസ്രായേൽ ജനം രണ്ട് രാജ്യങ്ങളായിട്ട് പിരിയുകയാണ്, വടക്കേ രാജ്യവും തെക്കേ രാജ്യവും. BC 722 വടക്കേ രാജ്യമായ ഇസ്രായേലിനെ അശൂർ വന്ന് കീഴടക്കിയതായിട്ട് നാം തിരുവെഴുത്തിൽ കാണുന്നു. അതിനുശേഷം പിന്നെ അവർ ചിതറിപ്പോയതായിട്ടാണ് നാം മനസ്സിലാക്കുന്നത്. അവർ ചിതറിപ്പോകുന്നതിന് മുൻപേ ദൈവത്തിന്റെ പ്രവാചകന്മാരെ ദൈവം അയച്ച് അതാത് സമയങ്ങളിൽ അവരുടെ പാപത്തെക്കുറിച്ച് അതിന്റെ ഫലമായി വരുന്ന ന്യായവിധിയെക്കുറിച്ച് അവരോട് വളരെ ശക്തമായി വ്യക്തമായി പ്രബോധിപ്പിച്ചു. എന്നാൽ അതിനെയൊക്കെ അവർ ചവറ്റുകുട്ടയിൽ തള്ളിക്കളയുന്നത് സമാനമായ രീതിയിൽ ജീവിച്ചതിന്റെ പരിണിത ഫലമായി ദൈവം അശൂർ എന്ന് പറയുന്ന ആ സാമ്രാജ്യത്തെ എഴുന്നേൽപ്പിച്ച് അവരെ ന്യായം വിധിക്കാനിടയായിട്ട് തീർന്നു. വർഷങ്ങൾ പിന്നെയും പലതും കടന്നുപോയി. തെക്കേ രാജ്യമായ യഹൂദയും വടക്കേ രാജ്യമായ ഇസ്രായേലിനെ പോലെ തന്നെ പാപത്തിൽ തുടർന്നപ്പോൾ ദൈവം കരുണയുള്ളവനാകിയാൽ തന്റെ ദാസന്മാരെ അതാത് സമയങ്ങളിൽ എഴുന്നേൽപ്പിച്ച് അവരുടെ പാപത്തെക്കുറിച്ചും അതിന്റെ ഫലമായിട്ട് വരാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ചും ശക്തമായി പ്രബോധിപ്പിച്ചു. പക്ഷെ അവരും അതിന് വേണ്ടത്ര രീതിയിൽ ചെവി കൊടുത്തില്ല. അങ്ങനെയുള്ള ആ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ ജനം തന്നെ സാഹസം പ്രവർത്തിക്കുന്ന, ദുഷ്ടത പ്രവർത്തിക്കുന്ന ആ കാലഘട്ടത്തിൽ
അവരുടെ ആ പാപത്തെ ഓർപ്പിച്ച് ഉണർത്തുവാൻ, അല്ലെങ്കിൽ അവരുടെ പാപത്തിന്റെ അവസ്ഥ കണ്ട് വളരെ ആശയക്കുഴപ്പത്തിലായ ഒരു പ്രവാചകനായിരുന്നു ഹബക്കൂക്ക്. അങ്ങനെ ദൈവജനത്തിന്റെ ഇടയിൽ മലിനത പെരുകുന്നത് കണ്ട് താൻ വളരെ അസ്വസ്ഥനായപ്പോൾ തന്റെ അസ്വസ്ഥത ദൈവത്തിന്റെ സന്നിധിയിൽ അറിയിക്കുകയാണ്. എന്നാൽ താൻ ഉദ്ദേശിച്ച ഉത്തരങ്ങളൊന്നും ലഭിക്കാതിരിക്കുമ്പോൾ താൻ നിരാശനാവുകയാണ്. അപ്പൊ ആ സമയത്ത് ദൈവം അവന് കൊടുക്കുന്ന ഉത്തരം നമ്മൾ ഈ 1-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. ആ ഉത്തരം വീണ്ടും തന്നെ ആശയക്കുഴപ്പത്തിലാക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. അത് നമുക്കറിയാവുന്നത് പോലെ ഈ പാപം ചെയ്യുന്ന ദൈവജനത്തെ ശിക്ഷിക്കുന്നത് അതിനേക്കാൾ മോശമായ രീതിയിൽ ജീവിക്കുന്ന ബാബിലോണിലാണ്, കൽദയരാണ്. അവരെ കൊണ്ട് ഞാൻ ഈ ജനത്തെ ശിക്ഷിക്കാനായിട്ട് പോവുകയാണ് എന്നുള്ളത് അറിഞ്ഞ ഹബക്കൂക്ക് പ്രവാചകൻ വീണ്ടും അസ്വസ്ഥനാവുകയാണ്. ഇതെങ്ങനെ ശരിയാകും? അങ്ങനെ ഇരിക്കുന്ന വേളയിൽ അവൻ ദൈവമുഖത്തേക്ക് നോക്കുകയാണ്. അതാണ് ഈ 12-ാമത്തെ വാക്യത്തിൽ നാം വായിച്ചത്. അവന്റെ ഈ പ്രത്യേകമായ ആശയക്കുഴപ്പത്തിൽ, ഈ പ്രത്യേകമായ നിരാശാവേളയിൽ, ഈ പ്രത്യേകമായ ഈ സങ്കട നിമിഷത്തിൽ അവൻ ദൈവമുഖത്തേക്ക് നോക്കി അവൻ സന്തോഷിക്കുന്നതായിട്ട് തുടർന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവിടെ നാം വായിച്ചത് ഇങ്ങനെയാണ്: എന്റെ ദൈവമായ യഹോവേ, നീ പുരാതനമേ എന്റെ പരിശുദ്ധനല്ലയോ? ഞങ്ങൾ മരിക്കുകയില്ല. യഹോവേ, നീ അവനെ ന്യായവിധിക്കായി നിയമിച്ചിരിക്കുന്നു. പാറയായുള്ളവേ, ശിക്ഷയ്ക്കായി നീ അവനെ നിയോഗിച്ചിരിക്കുന്നു. അപ്പോ ഈ ആശയക്കുഴപ്പങ്ങൾ നിറഞ്ഞ സമയത്ത് ദൈവത്തിങ്കിലേക്ക് നോക്കി ദൈവത്തെക്കുറിച്ചുള്ള തന്റെ ആ വ്യക്തിപരമായിട്ടുള്ള അറിവ് തന്നെ ധൈര്യപ്പെടുത്തി. ഒടുവിലായിട്ട് വരുമ്പോൾ യഹോവന്റെ ബലമാണ്, എന്റെ ഗീതമാണ്, എന്റെ കീർത്തനമാണ്. ഈ സാഹചര്യങ്ങളൊക്കെ പ്രതികൂലമായാലും ഞാൻ അവനിൽ സന്തോഷിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പ്രവചനം അവസാനിപ്പിക്കുന്നത്. ഈ 12-ാമത്തെ വാക്യത്തിൽ ഹബക്കൂക്ക് പ്രവാചകൻ ദൈവത്തെക്കുറിച്ച് അറിഞ്ഞ കാര്യങ്ങളാണ് നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതിൽ നിന്ന് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ച് നമുക്ക് എടുക്കാവുന്ന ഒരു പാഠം എന്ന് പറയുന്നത്, കലങ്ങി മറിയുന്ന അസ്വസ്ഥമായ പല സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. ഒരു പക്ഷേ നമ്മൾ വളരെ ഭക്തരെന്ന് നിരൂപിക്കുന്ന അല്ലെങ്കിൽ വീക്ഷിക്കുന്ന ആളുകൾ തന്നെ ശക്തമായ നിലപാടുകളില്ലാതെ, നാം ഇവിടെ വായിക്കുന്നത് പ്രത്യേകിച്ച് 4-ാമത്തെ വാക്യത്തിൽ, അതുകൊണ്ട് ന്യായപ്രമാണം അയഞ്ഞിരിക്കുന്നു, ന്യായപ്രമാണം അവഗണിച്ചിരിക്കുന്ന ഒരു കാലഘട്ടം. അപ്പൊ ദൈവജനത്തിന്റെ ഇടയിൽ തന്നെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ശുശ്രൂഷകൾ ചെയ്യുന്നവർ തന്നെ ന്യായപ്രമാണത്തെ അയഞ്ഞിരിക്കുന്ന, അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മുടെ ഹൃദയത്തിലും അസ്വസ്ഥതകൾ വരാം, ആശയക്കുഴപ്പങ്ങൾ വരാം, നമ്മളും കലങ്ങിപ്പോകാനായിട്ട് സാധ്യതയുണ്ട്. എന്നാൽ നമുക്ക് ഉറച്ചു നിൽക്കാനായിട്ട് ഈ സാഹചര്യങ്ങളുടെ മധ്യത്തിൽ സാധിക്കണമെങ്കിൽ ദൈവത്തെ വ്യക്തിപരമായിട്ട് അനുദിനം അറിയാനായിട്ട് ഇടയായിട്ട് തീരണം. കർത്താവ് തന്നെ ഭൂമിയിലായിരുന്നപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു: യേശു ക്രിസ്തുവിനെ അറിയുന്നതാണ് നിത്യജീവൻ. യേശു ക്രിസ്തുവിനെ അറിയുന്നതാണ് നിത്യജീവൻ. അതൊരു പ്രസന്റ് ടെൻസ് ആണ്. നമുക്കറിയാം, നിത്യജീവൻ എന്ന് പറയുന്നത് നിത്യമായ മരണമില്ലാത്ത ഒരവസ്ഥ എന്നുള്ളതല്ല. അത് പകരം അവന് യേശു ക്രിസ്തുവിനെ അറിയുന്നതാണ്, ദിനം തോറും അവനെ അറിയുന്നതാണ് നിത്യജീവൻ എന്നാണ് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമുക്കറിയാം, നാം ആരും നിത്യരായിട്ടുള്ള ആളുകളല്ല, നിത്യം ദൈവം മാത്രമാണ്. അവന് ആരംഭവുമില്ല അവസാനം. നമുക്ക് ആരംഭമുണ്ട്, എന്നാൽ നാം അവസാനമില്ലാത്ത രീതിയിൽ കർത്താവിന്റെ സന്നിധിയിലേക്കായിരിക്കും. അതൊരു അവിശ്വാസിയെ സംബന്ധിച്ചായാലും ശരിയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ച്, വിശ്വാസി സ്വർഗത്തിലാണെങ്കിൽ അവിശ്വാസിയായ വ്യക്തി നരകത്തിലാണ്. അപ്പോൾ നിത്യജീവൻ എന്ന് പറയുന്നത്, കർത്താവ് പറയുകയാണ്, എന്നെ അറിയുക, എന്നെ അറിയുക. ദിനംതോറും ഞാനുമായിട്ടുള്ള സംസർഗത്തിലൂടെ എന്നെ ശരിക്കും നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കുന്നുവെങ്കിൽ ഈ ആശയക്കുഴപ്പങ്ങളുള്ള ലോകത്തിൽ, നമ്മുടെയൊക്കെ പരിമിതമായ അറിവുകളിലും പരിമിതമായ ചിന്താരീതികളിലൊക്കെ പല നിലകളിലുള്ള ആശയക്കുഴപ്പങ്ങളൊക്കെ നമുക്ക് വരാം, ഈ പ്രവാചകനെ പോലെ തന്നെ. അങ്ങനെ നമ്മൾ ആശയക്കുഴപ്പങ്ങൾ വരുമ്പോൾ കലങ്ങി വിശ്വാസം വിട്ട് ഉഴന്ന് അകന്നു പോകാതിരിക്കണമെങ്കിൽ, ഉറച്ചു നിൽക്കണമെങ്കിൽ കർത്താവ് പറഞ്ഞതുപോലെ അവനെ അനുദിനം അറിയാനായിട്ട് ഇടയായി. അങ്ങനെ അനുദിനം അറിഞ്ഞവർക്കാണ് ഇതുപോലെയുള്ള പ്രതിസന്ധികളുടെ മധ്യത്തിൽ കർത്താവിനെ കുറിച്ച് ആ അറിവ് അത് ഉറച്ചു നിൽക്കാനായിട്ട് അവരെ സഹായിക്കുക, ഈ ഹബക്കൂക്കിനെ പോലെ. ഇവിടെ ഹബക്കൂക്ക്
തന്റെ ദൈവത്തെ അടുത്ത് അറിഞ്ഞതുകൊണ്ട് അവൻ അറിഞ്ഞ കാര്യങ്ങൾ അവൻ പ്രസ്താവിക്കുകയാണ്. അതാണ് വേഗത്തിൽ ഒന്ന് ചിന്തിച്ച് ഒന്ന് ഓർമ്മിപ്പിച്ചിട്ട് ഇരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട് അവിടെ നാം കാണാൻ സാധിക്കുന്നത്, എന്റെ ദൈവമായ യഹോവേ നീ പുരാതനമേ എന്റെ പരിശുദ്ധനല്ലയോ. യഹോവേ നീ പുരാതനമേ പരിശുദ്ധൻ എന്ന് വെച്ചാൽ പുരാതനനായ ദൈവം എന്ന് വെച്ചാൽ നിത്യനായ ദൈവം. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ദൈവം ശാശ്വതവാനാണ്. അതാണ് ഒന്നാമതായിട്ട് ഹബക്കൂക്ക് പ്രവാചകൻ പറയുന്നത്. അപ്പോ ഈ അറിവ് തനിക്ക് ലഭിച്ചത് ദൈവത്തെ വ്യക്തിപരമായിട്ട് അറിഞ്ഞതുകൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിലും കർത്താവുമായിട്ട് അനുദിനം സംസർഗത്തിൽ വരുമ്പോൾ കർത്താവിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നാം വിശ്വസിക്കുന്ന, നാം അടുത്തറിയാൻ ശ്രമിക്കുന്ന നമ്മുടെ അരുമനാഥൻ അവൻ നിത്യനാണ്, അവൻ ശാശ്വതവാനാണ്, അവൻ പുരാതനനാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പുരാതനൻ എന്നുള്ളതിനെ, അല്ലെങ്കിൽ ശാശ്വതവാൻ, അല്ലെങ്കിൽ നിത്യൻ എന്നുള്ളതിനെ നമ്മുടെ ഭാഷയിൽ ഇന്നലെ ഉണ്ടായിരുന്നവനാണ്, ഇന്നുള്ളവനാണ്, നാളെയും ഇരിക്കുന്നവനാണ് എന്നാണ് അതിന്റെ അർത്ഥം. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, ഒരു എഴുത്തുകാരന്റെ കോട്ട് കടമെടുക്കുകയാണെങ്കിൽ ഇങ്ങനെ പറയാൻ സാധിക്കുന്നു: ഈ പ്രതിസന്ധിക്ക് മുമ്പും ദൈവമുണ്ടായിരുന്നു, പ്രതിസന്ധിയുടെ നടുവിലും ദൈവമുണ്ട്, പ്രതിസന്ധിക്ക് ശേഷവും അവനുണ്ടാകും. അപ്പോൾ ഇങ്ങനെയുള്ള ആശയക്കുഴപ്പങ്ങളും നിരാശകളും കൺഫ്യൂഷൻസും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ, ചിന്താകുലങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നിത്യനായ ദൈവമാണ് നമ്മുടെ ദൈവം എന്നുള്ള അറിവ് നമ്മെ ഉറച്ചു നിൽക്കാനായിട്ട് സഹായിക്കും എന്നുള്ളതാണ് ഒന്നാമതായിട്ട് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ദാനിയേലിന്റെ പ്രവചനം 11-ാം അധ്യായത്തിന്റെ 32-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഈ ആശയത്തെ ഉറപ്പിക്കുന്ന ആ ഒരു പ്രയോഗം നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ദാനിയേലിന്റെ പ്രവചനം 11-ാം അധ്യായത്തിന്റെ 32-ാമത്തെ വാക്യം. നിയമത്തിന് വിരോധമായി ദുഷ്ടത പ്രവർത്തിക്കുന്നവരെ അവർ ഉപായം കൊണ്ട് വശമാക്കും. എങ്കിലും തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. ഓക്കെ, അതിന്റെ പശ്ചാത്തലത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അതിന്റെ അവസാന ഭാഗത്ത് വായിച്ച സ്റ്റേറ്റ്മെന്റ് പലപ്പോഴും എന്നെ സന്തോഷിപ്പിച്ചിട്ടുള്ളതാണ്. എങ്കിലും തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. അപ്പോ കലങ്ങിപ്പോകാതെ, കുലുങ്ങിപ്പോകാതെ, അസ്വസ്ഥരായി, വിശ്വാസം വിട്ടകന്നു പോകാതെ സ്ഥിരമായി നിൽക്കണമെങ്കിൽ ദൈവത്തെ കുറിച്ചിട്ടുള്ള ശരിയായ അറിവ് നമുക്കുണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ പ്രവാചകൻ പറയുകയാണ്, നീ ശാശ്വതവാനാണ്, ഇന്നലെ ഉണ്ടായിരുന്നവനാണ്, ഇന്നുള്ളവനാണ്, നാളെയും ഇരിക്കുന്നവനാണ് എന്നുള്ളത്. അതിന്റെ പ്രായോഗികമായ ചില കാര്യങ്ങൾ ആ ഭാഗം ചിന്തിച്ചപ്പോൾ എന്റെ മനസ്സിലേക്ക് വന്നു. അതൊന്ന് പറഞ്ഞ് അടുത്ത പാഠത്തിലേക്ക് പോകാമെന്ന് വിചാരിക്കുകയാണ്. സങ്കീർത്തനം 90, ഈ ദൈവം ശാശ്വതവാനാണ്, നിത്യനാണ് എന്ന് പറയുന്ന ഭാഗങ്ങൾ ഒന്ന് പരിശോധിച്ചപ്പോഴാണ് ആ പ്രായോഗിക ഭാഗം എന്റെ മനസ്സിലേക്ക് വന്നത്. സങ്കീർത്തനം 90-ന്റെ 2-3 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഒരു പാഠം അവിടെ നിന്ന് നമുക്ക് പഠിക്കാൻ സാധിക്കും. ദൈവം നിത്യനാണ്, ശാശ്വതവാനാണ് എന്നുള്ളത് ചിന്തിക്കുമ്പോൾ. ഈ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങി ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിൻ എന്നും മരടി ചെയ്യുന്നു. ഓക്കെ, ദൈവം അനാദിയായും ശാശ്വതമായും ദൈവമാണ്. പക്ഷേ മനുഷ്യനെ കുറിച്ച് വായിക്കുന്നത് പൊടിയിലേക്ക് മടങ്ങിച്ചേരും. അവൻ പൊടിയാണ്, അവൻ എത്ര നിസ്സാരനാണ്. ഈ ദൈവം ശാശ്വതവാനാണെന്നുള്ളത് നാം തിരിച്ചറിയുമ്പോൾ നമ്മൾ എത്ര നിസ്സാരരാണ് എന്നുള്ളത് കുറെ കൂടെ വിനയമുള്ള, താഴ്മയുള്ള ജീവിതം നയിക്കാനായിട്ട് നമ്മെ സഹായിക്കും. അതുകൊണ്ടാണ് ദൈവത്തെ അടുത്തറിയണം എന്ന് പറയുന്നത്, വ്യക്തിപരമായി അറിയണം എന്ന് പറയുന്നത്. ദൈവത്തെ വ്യക്തിപരമായി അറിയുമ്പോഴാണ് നമ്മുടെ കഴിവും, നമ്മുടെ അറിവും, നമുക്കുള്ള സുഖ സൗകര്യം ഇതൊക്കെ എത്ര നിസ്സാരമാണ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് നമ്മെ സഹായിക്കുന്നത്. യാക്കോബിന്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ കർത്താവിനെ കുറിച്ച് പറഞ്ഞിട്ട് ഒരു കാര്യം കൂടി അവിടെ പറയുന്നുണ്ട്. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 14-15 വാക്യങ്ങൾ വായിക്കാം. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 14-15 വാക്യം. നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലയോ? നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്? അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ. കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരുന്ന് ഇന്നത് ചെയ്യും എന്നല്ലയോ പറയേണ്ടത്. അതിന് തൊട്ട് മുകളിൽ കർത്താവിനെ കുറിച്ച് നാം വായിക്കുന്നുണ്ട്. അപ്പോ അവിടെ നിന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ച ഒരു സത്യം എന്ന് പറയുന്നത്, നാം കർത്താവ് നിത്യനാണ്,
കർത്താവ് ശാശ്വതവാനാണ്, അവൻ പുരാതനനാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ ആ സത്യം നമ്മെ കൂടുതൽ വിനയമുള്ളവരാക്കി തീർക്കുന്നു എന്ന് മാത്രമല്ല, ഈ ലോകത്തിലെ കാര്യങ്ങളെ ചെറുതായി കാണാനായിട്ട് നമ്മളെ സഹായിക്കും. അവിടെ ഈ ലോകത്തിനെ കുറിച്ചിട്ടുള്ള പരാമർശങ്ങൾ നമുക്ക് അവിടെ വായിക്കാനായിട്ട്, ഇന്നുള്ളതും നാളെ കാണുന്നതുമായ ആവിയാണ്. ആ രീതിയിൽ അല്പം ഈ ലോകത്തിന്റെ നൈമിഷികത നമുക്ക് മനസ്സിലാക്കാൻ, തിരിച്ചറിയാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. യെശയ്യാ പ്രവചനം 40:28-29 വായിക്കുമ്പോൾ, ഞാനത് എടുത്ത് വായിക്കുന്നില്ല, ആ സത്യം, ദൈവം നിത്യനാണ്, ദൈവം ശാശ്വതവാനാണ് എന്നുള്ളത് നമുക്ക് വളരെ ആശ്വാസം നൽകും. അവിടെ നാം വായിക്കുന്നത്, അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ബലം നൽകുന്നു എന്നുള്ള ഒരു പ്രയോഗം കർത്താവിന്റെ ആ നിത്യനാണെന്നുള്ളത് പരാമർശിച്ചുകൊണ്ട് എഴുത്തുകാരൻ അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ദൈവം നിത്യനാണ് എന്ന് പറയുമ്പോൾ അവൻ നമ്മെ ആശ്വസിപ്പിക്കുന്നു, അവൻ ആ സത്യം നമ്മെ കൂടുതൽ വിനയമുള്ളവരാക്കുന്നു, ഈ ലോകത്തെ ചെറുതായി കാണാനായിട്ട് നമ്മെ സഹായിക്കുന്നു എന്നുള്ള പാഠം നമുക്ക് അവിടെ നിന്ന് പഠിക്കാനായി. ശരിക്കും പറഞ്ഞാൽ നിത്യനായ ദൈവത്തെ നാം വ്യക്തിപരമായി അറിയുമ്പോൾ നിത്യതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നാം വിലയുള്ളതായിട്ട് കാണും എന്നുള്ളതാണ്. പലപ്പോഴും നാം ചില കാര്യങ്ങളൊക്കെ വലുതായി കാണും, എന്നാൽ വളരെ ആഴത്തിൽ അല്ലെങ്കിൽ വളരെ ഗൗരവമായി കാണേണ്ട കാര്യങ്ങളെ ഗൗരവമായി കാണുന്നില്ല എന്നുള്ളത് വളരെ സങ്കടകരമാണ്. പലപ്പോഴും പരമ്പരാഗതമായി നമ്മൾ വലുതായി കാണുന്ന പല കാര്യങ്ങളുണ്ട്. അതാണ് ഏറ്റവും വലുത് എന്നുള്ളത് ചിന്തിച്ചുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് നമുക്ക് കാണാം. അതെങ്ങനെ മനസ്സിലാക്കാമെന്ന് ചോദിച്ചാൽ, അങ്ങനെ വിലയുള്ളതായിട്ട് കണ്ടുകൊണ്ട് ചെയ്യുന്ന സോ കോൾഡ് ആക്ടിവിറ്റീസുകളൊക്കെ ചെയ്യുന്നവരുടെ ജീവിതത്തിലേക്ക്, അവരുടെ കുടുംബത്തിലേക്ക് നാം നോക്കുമ്പോൾ, അവരുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ദൈവം വിലമതിക്കുന്ന ക്വാളിറ്റീസ് കാണാനായിട്ട് സാധിക്കുന്നില്ല. പക്ഷെ അവർ പറയുന്നത് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളതാണ്. ദൈവം അത് വിലമതിക്കുന്നില്ല എന്നുള്ളത്. വിലയില്ലാത്ത ജീവിതത്തിൽ നിന്നുയരുന്ന വിലയുള്ള കാര്യങ്ങളെ ദൈവം വിലമതിക്കില്ല. ഈ അടിസ്ഥാന സത്യം നാം ഓർത്തിരിക്കേണ്ടത് ആവശ്യം. നിത്യതയ്ക്ക് വിലയുള്ള കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് നിത്യനായ ദൈവത്തെ അറിയുന്നത് മുഖാന്തരം നമ്മൾ ശീലിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. രണ്ടാമതായിട്ട് നാം അവിടെ കാണുന്നത് ദൈവം പരിശുദ്ധനാണ് എന്നുള്ളതാണ്. പുരാതനനാണ്, അതോടൊപ്പം തന്നെ അവിടെ പറയുകയാണ് പരിശുദ്ധനാണ് എന്നുള്ളതാണ്. പരിശുദ്ധനാണ് എന്ന് പറഞ്ഞപ്പോൾ എന്റെ മനസ്സിലേക്ക് വന്നത് അതിന്റെ എതിർപദമാണ് പരിശുദ്ധിയുടെ എതിർപ്പദം എന്ന് പറയുമ്പോൾ അശുദ്ധി എന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ വേറെ രീതിയിൽ പറഞ്ഞ, കുറച്ചും കൂടി ലളിതമായിട്ട് പറഞ്ഞ തിന്മ. അപ്പൊ ദൈവം പരിശുദ്ധനാണെന്ന് പറയുമ്പോൾ അവനിൽ തിന്മയില്ല. അപ്പൊ അവനിൽ തിന്മയില്ലാത്തത് കൊണ്ട് എന്നോട് അവൻ തിന്മയായിട്ട് ഒന്നും ചെയ്യുകയില്ല, അവൻ എനിക്ക് ദോഷമായിട്ട് ഒന്നും ചെയ്യാൻ അവന് കഴിയുകയില്ല. ദൈവത്തെ വ്യക്തിപരമായിട്ട് അവൻ പരിശുദ്ധനാണ് എന്ന് ഞാൻ മനസ്സിലാക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു കാര്യം എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, അവനിൽ തിന്മയില്ലാത്തതിനാൽ തിന്മയായിട്ടൊന്നും അവൻ എന്നോട് ചെയ്യുകയില്ല, അവൻ എന്നോട് ഒരു ദോഷവും ഒരു അനീതിയും ചെയ്യുകയില്ല എന്നുള്ളത് വളരെ ശക്തിയായിട്ട്, ധൈര്യമായിട്ട്, ആശയക്കുഴപ്പത്തിന്റെ നടുവിൽ ഉറച്ചു നിൽക്കാനായിട്ട് എന്നെ സഹായിക്കുന്ന ഒരു സത്യമാണ് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. നാം ഇന്ന് രാവിലെ യെശയ്യാ പ്രവചനത്തിൽ നിന്നാണല്ലോ കേട്ടത്. അതിന്റെ 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ എടുത്തു വായിക്കേണ്ട നമുക്ക് അറിവുള്ള കാര്യങ്ങളാണ്. യെശയ്യാ പ്രവാചകൻ ദൈവത്തിന്റെ പരിശുദ്ധിയെ ദർശിച്ച രംഗമാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. 3 വട്ടം സാറാഫുകൾ ദൈവത്തിന്റെ പരിശുദ്ധിയെ കീർത്തിക്കുന്ന ആ കോറസ് നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. ദൈവം പരിശുദ്ധൻ 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 എന്നാണ് ആ കോറസിൽ സാറാഫുകൾ പാടുന്നത്. അപ്പോൾ ആ പരിശുദ്ധൻ 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 എന്ന് 3 വട്ടം അവർ ഏറ്റു പറയുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു സത്യം, ദൈവത്തിന്റെ പരിശുദ്ധി പരിപൂർണമാണ് എന്നുള്ളതാണ്. മാത്രമല്ല, ദൈവത്തിന്റെ പരിശുദ്ധി തിരിച്ച് കണ്ട ആ യെശയ്യാ പ്രവാചകനെ കുറിച്ച് നാം അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ വായിക്കുന്ന തന്റെ അവസ്ഥ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. ശുദ്ധിയില്ലാത്ത, അധരങ്ങൾ ഉള്ള ഒരു മനുഷ്യൻ എന്നാണ് താൻ പറയുന്നത്. അപ്പോൾ ദൈവം പരിശുദ്ധനാണെന്ന് വ്യക്തിപരമായിട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, അവനോടുള്ള ആ ഹൃദ്യമായ കൂട്ടായ്മയിലൂടെ നാം അത് തിരിച്ചറിയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാനായിട്ട് സാധിക്കും, അവൻ വിശുദ്ധിയിൽ പരിപൂർണനാണെന്ന് മാത്രമല്ല, അയ്യോ ഞാൻ എത്രമാത്രം അഴുക്കുള്ളവനാണെന്നുള്ളത് തിരിച്ചറിയാനായിട്ട്. പലപ്പോഴും നമ്മുടെ അഴുക്കുകൾ, നമ്മുടെ മലിനതകൾ നാം പലപ്പോഴും തിരിച്ചറിയുന്നില്ല. ഒരു എഴുത്തുകാരൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, രോഗമുള്ളത് തിരിച്ചറിയാത്തവനാണ് ഏറ്റവും വലിയ രോഗി എന്നുള്ളതാണ്. രോഗം ഉണ്ടായിരിക്കെ ആ രോഗത്തെ ശരിക്കും തിരിച്ചറിയാൻ സാധിക്കുന്നില്ലെങ്കിൽ അവനാണ് ഏറ്റവും വലിയ രോഗി എന്ന അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഞാൻ വായിക്കാനിടയായിരുന്നു.
പലപ്പോഴും നമ്മുടെ രോഗം എന്താണെന്നുള്ളത് ശരിക്കും നമുക്ക് മനസ്സിലാവണത് മറ്റുള്ളവർ ഒരു പക്ഷെ ചൂണ്ടിക്കാണിക്കായിരിക്കാം. എന്നാൽ നാം ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ്, ദൈവം പരിശുദ്ധനാകി അതിൽ പരിപൂർണനാകയാൽ, അവന്റെ പരിശുദ്ധി പരിപൂർണമാകയാൽ നമ്മുടെ ജഡത്തിലെ കുറവുകൾ, നമ്മുടെ പാപ സ്വഭാവങ്ങൾ അവൻ വെളിപ്പെടുത്തി തരും. അത് ശരിക്കും സെൻസ് ചെയ്തുകൊണ്ട് നിരപ്പ് പ്രാപിച്ച് ജീവിക്കാനായിട്ട് സാധിച്ചാൽ ജീവിതം വളരെ അനുഗ്രഹമായിട്ട് തീരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. മാത്രമല്ല, ദൈവം പരിശുദ്ധൻ എന്ന് പറയുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന മറ്റൊരു കാര്യം ഹബക്കൂക്കിന്റെ പ്രവചനം 1:13 നാം വായിക്കുന്നുണ്ട്. ദോഷം കണ്ടുകൂടാതെ വണ്ണം നിർമ്മല ദൃഷ്ടിയുള്ളവനാണ്. ദോഷം അപ്പോൾ പാപത്തെ വെറുക്കുന്നു. പരിശുദ്ധി എന്ന് പറയുമ്പോൾ അവൻ പൂർണ്ണനാണ്, പരിശുദ്ധിയിൽ പൂർണ്ണനാണ്. മാത്രമല്ല, അത് നമ്മുടെ അവസ്ഥ വെളിപ്പെടുത്തി തരുന്നതാണ്. മാത്രമല്ല, അത് പാപത്തെ വെറുക്കുവാനായിട്ട്, പാപത്തെ സഹിക്കാതെ, പാപത്തെ ന്യായീകരിക്കാതെ അത് സമ്മതിക്കാനായിട്ട് നമുക്ക് ഇടയാകുന്നതാണ് എന്നുള്ളത് അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പലപ്പോഴും നമ്മുടെ പാപത്തെ സഹിക്കുവാനോ അല്ലെങ്കിൽ പാപത്തെ ന്യായീകരിക്കാനായിട്ടാണ് പലപ്പോഴും നമുക്ക് നമ്മുടെയൊക്കെയുള്ള സ്വാഭാവികമായ ടെൻഡൻസി. എന്നാൽ ആ തെറ്റുകളെ തിരിച്ചറിഞ്ഞ് എത്രയും വേഗം നിരപ്പ് പ്രാപിക്കാനായിട്ട് നമ്മൾ പലപ്പോഴും ശ്രമിക്കാറില്ല. അതിനെ ഒരു എഴുത്തുകാരന്റെ കോട്ട് തന്നെ എപ്പോഴും സഹായിക്കുന്നുണ്ട്. ഒരു മുള്ള് നമ്മുടെ ശരീരത്തിൽ തറയ്ക്കുന്നതിന് സമാനമാണ് ഒരു പാപത്തെ സെൻസ് ചെയ്യുക എന്നുള്ളത് എന്നാണ് അതിന്റെ ആശയം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മുടെ കാലിൽ മുള്ളു കുത്തുമ്പോൾ നമ്മൾ ഒരിക്കലും ആ കുത്തിയ മുള്ളു വെച്ചുകൊണ്ട് ദീർഘദൂരം സഞ്ചരിക്കുകയില്ല. എത്രയും വേഗത്തിൽ തന്നെ അത് നമ്മൾ കളയാനായിട്ട്. ഇതുപോലെ തന്നെ ജീവിതത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സഭാ ജീവിതത്തിലൊക്കെ ഉണ്ടാകുന്ന പാപം എന്ന മുള്ളുകൾ, അതൊക്കെ അനേക വർഷങ്ങളായി തറച്ചത് സഹിച്ചുകൊണ്ട് ജീവിക്കുന്ന അനേകരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ എത്രയും വേഗം അത് പറിച്ചു കളഞ്ഞാൽ ദൈവം കരുണ കാണിക്കുമെന്നുള്ളതിന് യാതൊരു സംശയം. ദൈവത്തെ വ്യക്തിപരമായിട്ട്, പരിശുദ്ധനായ ദൈവത്തെ വ്യക്തിപരമായിട്ട് അറിയുമ്പോൾ നമ്മിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഇതൊക്കെയാണ്. പെട്ടെന്ന് തന്നെ പാപത്തെ സെൻസ് ചെയ്യാനായിട്ട് സാധിക്കും. അയ്യോ, ആ ചിന്ത വന്നത് തെറ്റിപ്പോയി, ദൈവമേ ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് ഉടനെ തന്നെ ശുദ്ധീകരണം പ്രാപിക്കാൻ സാധിക്കും. ആ സഹോദരനോട് ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി, ഉടനെ തന്നെ നമ്മുടെ ഉള്ളിൽ അത് ഒരു കഴുകൽ, ശുദ്ധീകരണം, ആ സഹോദരനോട് എത്രയും വേഗത്തിൽ ചെന്ന് നിരപ്പ് പ്രാപിക്കാനൊക്കെ നമുക്ക് സാധിക്കണം. ദൈവം പരിശുദ്ധനെന്ന് നമ്മൾ വ്യക്തിപരമായി അറിയുമ്പോഴേ ഇത് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു പക്ഷേ കേവലം ബുദ്ധിയിലുള്ള അറിയുന്ന അറിവിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. കഴിഞ്ഞ ദിവസം ഒരു സുവിശേഷകനായിട്ട്, രാജസ്ഥാനിലുള്ള ഒരു സുവിശേഷകനായിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമ്മുടെ അടിസ്ഥാന പ്രമാണം ശരിക്കും മനസ്സിലാക്കിയാൽ, എന്ന് വെച്ചാൽ കൃപയാലുള്ള രക്ഷയെ കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കിയാലേ പിന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ കൃപയാലുള്ള രക്ഷ വളരെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തി എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമാണ്, ഒരു ലേഖനമാണല്ലോ റോമാലേഖനത്തില് നീതീകരണം ആർക്കാണ് ആവശ്യമായിരിക്കുന്നത്, നീതീകരണം എന്തുകൊണ്ടാണ് ആവശ്യമായിരിക്കുന്നത്, നീതീകരണം എന്താണ്, അതിന്റെ ഉദാഹരണം, അത് അനുദിന ജീവിതത്തിൽ ഇങ്ങനെ വ്യക്തമായി കൃത്യമായിട്ട് ക്ലാസ്സുകളൊക്കെ എടുക്കാനായിട്ട് പറഞ്ഞാൽ ഒരു കോളേജിൽ പോയ പഠിച്ച വ്യക്തിക്കോ അല്ലെങ്കിൽ ദൈവവചനം പഠിക്കുന്ന ശീലമുള്ളവർക്കോ വ്യക്തമായി ശക്തമായിട്ട് എടുക്കാൻ സാധിക്കും. പക്ഷെ അങ്ങനെ പഠിപ്പിക്കുന്നവർക്ക് പോലും അവരുടെ ലൈഫില് ഈ പാപ സ്വഭാവങ്ങളെ ജയിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് പലപ്പോഴും അടുത്തിടപഴകുമ്പോൾ മനസ്സിലാക്കുവാനും വേദനിക്കുവാനും ഇടയാവുകയാണ്. അപ്പോൾ ഇങ്ങനെ കേവല അറിവ്, ബുദ്ധിയിലുള്ള അറിവിനെ കുറിച്ചല്ല ഞാനിവിടെ പറയുന്നത്. അവന് വ്യക്തിപരമായി നാം ഒരു കൂട്ടുകാരനെ അറിയുന്നത് ആ വ്യക്തിയുമായിട്ട് ഇടപഴകുമ്പോഴാണ്, സംസാരിക്കുമ്പോഴാണ്, സമയം ആ രീതിയിൽ ദൈവവുമായിട്ട് അനുദിനം അനേക സമയം ചെലവഴിക്കുമ്പോൾ തീർച്ചയായിട്ടും അവന്റെ ക്യാരക്ടർ നമ്മിലേക്ക് വരാനായിട്ട് ഇടയായിട്ട് തീരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഹബക്കൂക്കിന് ഉറച്ചു നിൽക്കാനായിട്ട് സാധിച്ചത് ദൈവത്തെ കുറിച്ചിട്ടുള്ള അറിവായിരുന്നു. ഒന്നാമത്തെ അറിവ് ഞാൻ പറഞ്ഞു, അവൻ പുരാതനനാണ്. രണ്ടാമത്തെ കുറിച്ചുള്ള അറിവ് പറഞ്ഞു, അവൻ പരിശുദ്ധനാണ് എന്നുള്ളത്. മൂന്നാമതായിട്ട് നാം അവിടെ കാണുന്നത് 12-ാം വാക്യത്തിൽ, എന്റെ ദൈവമായ യഹോവേ, നീ പുരാതനമേ, എന്റെ പരിശുദ്ധനല്ലയോ, ഞങ്ങൾ മരിക്കുകയില്ല. ഇതുവരെ 2 പ്രാവശ്യം വ്യക്തിപരമായിട്ടുള്ള പേഴ്സണൽ പ്രൊനൗൺ ആണ് വായിച്ചത് നമ്മൾ, എന്റെ ദൈവമായ, എന്റെ പരിശുദ്ധൻ. പക്ഷെ ഇവിടെ പറയുന്ന സ്റ്റേറ്റ്മെന്റില് ഞങ്ങൾ മരിക്കുകയില്ല എന്ന് വെച്ചാൽ
നമുക്കറിയാം അതിന് തൊട്ടു മുകളില് കൽദയർ വന്ന് യഹൂദയുടെ പാപത്തെ ദൈവം ശിക്ഷിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇതറിഞ്ഞ പ്രവാചകൻ പറയാണ്, ഞങ്ങൾ മരിക്കുകയില്ല. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? കാരണം താൻ അനുഭവിച്ചറിയുന്ന ദൈവം വിശ്വസ്തനാണ്. തന്റെ പിതാക്കന്മാരോട് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങൾ നിവർത്തിപ്പാൻ അവിടുന്ന് ശക്തനാണ്, കരുത്തനാണ്. ഇത് കൃത്യമായിട്ട് അറിയുന്നവനായിരുന്നു അതുകൊണ്ട് പറയുകയാണ്, ഓക്കെ, ദൈവജനത്തിന്റെ ഇടയിൽ അതിക്രമവും പാപവും സാഹസം പെരുകിയിരിക്കുകയാണ്. അത് തന്നെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. അതേസമയം ദൈവം അതിനെ ശിക്ഷിക്കുന്നത് അതിനേക്കാൾ സാഹസം നിറഞ്ഞ കൽദയരെ കൊണ്ടാണ്. അത് തന്നെ അസ്വസ്ഥനാക്കുകയാണ്. പക്ഷേ ദൈവത്തിങ്കിലേക്ക് നോക്കിയപ്പോൾ പറയുകയാണ്, ഞങ്ങൾ മരിക്കുകയില്ല, കാരണം നീ വിശ്വസ്തനാണ് എന്നുള്ളതാണ്. അപ്പൊ അടുത്തതായിട്ട് ദൈവത്തെക്കുറിച്ച് താൻ മനസ്സിലാക്കിയ കാര്യം എന്ന് പറയുന്നത്, ഞങ്ങൾ മരിക്കയില്ല എന്ന പ്രസ്താവന നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത് അവൻ വിശ്വസ്തനാണ്. അവൻ പറഞ്ഞത് തീർച്ചയായിട്ടും നിറവേറ്റുക തന്നെ ചെയ്യും എന്നുള്ളതിന് യാതൊരു സംശയം. മാത്രമല്ല മറ്റൊരു കാര്യം അവിടെ ഓർപ്പിക്കുന്നത്, അവൻ ശിക്ഷിക്കുന്നത് നമ്മെ നശിപ്പിക്കാനല്ല എന്നുള്ളതാണ്. അത് വളരെ ധൈര്യപ്പെടുത്തുന്ന ഒരു പക്ഷേ നമ്മുടെ അറിവില്ലായ്മ കൊണ്ട്, ഒരു പക്ഷെ നമ്മുടെ അഹങ്കാരം കൊണ്ട് നമ്മൾ തെറ്റുകളൊക്കെ ചെയ്താൽ അവൻ ശിക്ഷിക്കും. അവൻ സ്നേഹമുള്ള പിതാവായതിന്. പക്ഷെ അവൻ ശിക്ഷിക്കുന്നത് നമ്മെ നശിപ്പിക്കാനല്ല എന്നുള്ളതാണ് അവിടെ നിന്ന് നമുക്ക് പഠിക്കാനായിട്ട്. അത് നമുക്ക് വളരെയധികം ആശ്വാസം നൽകുന്ന ഒരു സത്യമായിട്ടായിരിക്കുന്നു. ഞാനത് കൂടുതൽ വിശദീകരിക്കുന്നില്ല. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 10-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിലേക്ക് പോകുമ്പോൾ നാം അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, ദൈവം വിശ്വസ്തനാണ്, സഹിക്കാൻ കഴിയുന്നതിന് മീതെ അവൻ പരീക്ഷിക്കുകയില്ല. അതിനെക്കുറിച്ച് എഴുത്തുകാരന്റെ സ്റ്റേറ്റ്മെന്റ്, ആശയം മനസ്സിലാക്കാൻ കൂടുതൽ എന്നെ സഹായിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, 1-ാം ക്ലാസ്സിലെ കുട്ടിക്ക് 10-ാം ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ പേപ്പർ ദൈവം കൊടുക്കുകയില്ല, സഹിപ്പാൻ കഴിയുന്നതിന് മീതെ പരീക്ഷിക്കുകയില്ല എന്നുള്ളത് തന്റെ കമന്റാണ്. 1-ാം ക്ലാസ്സിലെ കുട്ടിക്ക് 10-ാം ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ പേപ്പർ കർത്താവ് കൊടുക്കുക. അവൻ വിശ്വസ്തനാണ്. അവൻ പറഞ്ഞത് തീർച്ചയായിട്ടും ചെയ്യും. അവൻ ശിക്ഷിക്കുന്നത് നശിപ്പിക്കാനല്ല, നമ്മെ ശുദ്ധീകരിക്കാനാണ് എന്നുള്ളത് നമുക്ക് ദൈവം വിശ്വസ്തനാണ് എന്നുള്ള സത്യം ഓർപ്പിക്കുന്നു എന്നുള്ളത്. മറ്റൊരു കാര്യം, അടുത്തതായിട്ട് ഹബക്കൂക്ക് ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കിയത് നാം അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്, എന്റെ ദൈവമായ യഹോവേ, നീ പുരാതനമേ എന്റെ പരിശുദ്ധനല്ലയോ, ഞങ്ങൾ മരിക്കുകയില്ല. യഹോവേ, നീ അവനെ ന്യായവിധിക്കായി നിയമിച്ചിരിക്കുന്നു. പാറയായുള്ളവേ, ശിക്ഷയ്ക്കായി നീ അവനെ നിയോഗിച്ചിരിക്കുന്നു. 2 പ്രയോഗങ്ങളാണ്. നീ അവനെ ന്യായവിധിക്കായി നിയമിച്ചിരിക്കുന്നു, ശിക്ഷയ്ക്കായി നീ അവനെ നിയോഗിച്ചിരിക്കുന്നു. ഈ 2 ആശയങ്ങൾ ഒരു സത്യത്തെയാണ്, ദൈവത്തിന്റെ ഒരു സ്വഭാവത്തെയാണ് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത്. ദൈവം പരമാധികാരിയാണ്, ദൈവം സർവാധികാരിയാണെന്നുള്ള സത്യമാണ് ഈ 2 പ്രസ്താവനകൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത്. കാരണം ദൈവമാണ് അവരെ നിയമിക്കുന്നത് എന്നുള്ളത് അവിടെ വ്യക്തമാക്കുകയാണ്. രാജാക്കന്മാരെ ഉയർത്തുന്നതും താഴ്ത്തുന്നതും ഒക്കെ ദൈവമാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ, അതിനോടുള്ള ബന്ധത്തിൽ ചില പാഠങ്ങൾ നമുക്ക് പഠിക്കാൻ സാധിക്കുമെങ്കിലും ഒരു കാര്യം മാത്രം ഒന്ന് ഓർപ്പിച്ചിട്ട് ഞാൻ അടുത്ത ആശയം കൂടെ പറഞ്ഞിരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ദാനിയേലിന്റെ പ്രവചനം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവം പരമാധികാരിയാണെന്നുള്ള സത്യം നമ്മെ ഓർപ്പിക്കുന്ന ഒരു പ്രായോഗിക പാഠം പറഞ്ഞ് ഞാൻ അടുത്തേക്ക് പോകാനാണ് ആഗ്രഹിക്കുന്നത്. ദാനിയേലിന്റെ പ്രവചനം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വളരെ ഈ കൽദയ രാജാവായ നെബൂഖദ്നേസറിന്റെ കാര്യമാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അവിടെ നാം വായിക്കുന്നത് 4-ാം അധ്യായത്തിന്റെ 35-ാമത്തെ 32-ാമത്തെ 30-ാമത്തെ വാക്യം. ഈ വാക്ക് രാജാവിന്റെ വായിക്കുമ്പോൾ തന്നെ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം ഉണ്ടായിരുന്നെന്നാൽ, നെബൂഖദ്നേസർ രാജാവേ, നിന്നോട് ഇത് കൽപ്പിക്കുന്നു, രാജ്യത്വം നിന്നെ വിട്ട് നീങ്ങിയിരിക്കുന്നു, നിന്നെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയും. നിന്റെ പാർപ്പ് കാട്ടിലെ മൃഗങ്ങളോട് കൂടെ ആയിരിക്കും. നിന്നെ കാളയെ പോലെ കൊണ്ടുനിൽക്കും. അത്യുന്നതനായവൻ മനുഷ്യരുടെ രാജ്യത്തിന്റെ വാഴുകയും അതിനെ തനിക്ക് ബോധിച്ചവന് കൊടുക്കുകയും ചെയ്യുന്നത് നീ അറിയുന്നത് വരെ നിനക്ക് 7 കാലം കഴിയും. 35 അവൻ 34 ആ കാലം കഴിഞ്ഞിട്ട് നെബൂഖദ്നേസർ സ്വർഗത്തിലേക്ക് കണ്ണുയർത്തി, എന്റെ ബുദ്ധിയും എനിക്ക് മടങ്ങി വന്നു. ഞാൻ അത്യുന്നതനായവനെ വാഴ്ത്തി, എന്നേക്കും ജീവിച്ചിരിക്കുന്നവരെ സ്മരിച്ച് ബഹുമാനിക്കുകയും ചെയ്തു.
അവന്റെ ആധിപത്യം എന്നേക്കുമുള്ള ആധിപത്യവും അവന്റെ രാജ്യത്വം തലമുറ തലമുറയായുള്ളതുമല്ലോ. അവൻ സർവ ഭൂവാസികളെയും നാസ്തിയായി എണ്ണുന്നു. ഓക്കെ, ഇവിടുത്തെ ചരിത്രം നമുക്കറിയാവുന്ന കാര്യമാണ്. നെബൂഖദ്നേസർ രാജാവ് അവൻ നിഗളിച്ചപ്പോൾ ദൈവം അവനെ ശിക്ഷിച്ചു. ദൈവമാണ് സകലത്തെയും നിയന്ത്രിക്കുന്ന പരമാധികാരി എന്നുള്ള പാഠം അവനെ പഠിപ്പിച്ചു. അവൻ ആ പാഠം പഠിച്ചതിന് ശേഷം അവൻ പറഞ്ഞ പ്രസ്താവനയാണ് നാം ഇവിടെ വായിച്ചത്. പക്ഷെ ഇത് വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത് 7 വർഷം കൊണ്ട് ആ നെബൂഖദ്നേസർ രാജാവിന് ആ നല്ല പാഠം പഠിക്കാൻ സാധിച്ചു. ഒരു ജാതീയ രാജാവാണ്. എന്നാൽ 10, 20, 30, 40, 50 വർഷം കഴിഞ്ഞിട്ടും ഈ പാഠം പഠിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. ഏതാണ് ആ പാഠം? 35-ാം വാക്യത്തിലാണ് കാണുന്നത്. അവൻ സർവഭൂവാസികളെയും നാസ്തിയായി എണ്ണുന്നു. എന്താണ് നാസ്തിയായി എണ്ണുന്നു എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്? നത്തിങ് എന്നുള്ളതാണ്. സീറോ ആയിട്ട് കാണും. അവൻ ഒരു സീറോ ആണ് എന്നുള്ളത് നെബൂഖദ്നേസർ രാജാവ് 7 വർഷം കൊണ്ട് മനസ്സിലാക്കി. തിരുവെഴുത്തുകൾ പഠിക്കുമ്പോൾ ദൈവം ആരൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടോ അവരൊക്കെ സീറോ ആണെന്ന് സമ്മതിക്കുന്നത് വരെ ദൈവം അവരെ ഓരോ പ്രൊസീജിയറിലൂടെ കടത്തിവിട്ടതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പലപ്പോഴും ദൈവത്തിന്റെ മക്കളായ നമ്മെ ദൈവത്തിന് വേണ്ടും പോലെ ഉപയോഗിക്കാനായിട്ട് സാധിക്കാത്തത് ഈ പാഠം നാം പഠിക്കാത്തത് കൊണ്ടാണ്. ഏതാണ് ആ പാഠം? സർവഭൂമിയും നാസ്തിയായിട്ട്, ഭൂവാസികളെയും നാസ്തിയായിട്ട് എണ്ണുന്നു. അവരെല്ലാവരും സീറോ ആണ് ദൈവത്തിന്റെ മുമ്പാകെ എന്നുള്ളത്, ഞാൻ സീറോ ആണ്, ഞാൻ നത്തിങ് ആണ് ദൈവത്തിന്റെ മുമ്പാകെ എന്നുള്ളത് മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ അത് ശരിക്കും തിരിച്ചറിയാത്തതാണ് ദൈവത്തിന് നമ്മെ ഉപയോഗിക്കാതിരിക്കുന്നതിന്റെ കാരണമെന്ന് പറയുന്നത്. നമുക്ക് ശരിയായ രീതിയിൽ ജ്ഞാനത്തോടെ ഇടപെടാൻ സാധിക്കാത്തതിന്റെ കാരണം അതാണ്. നാം എങ്ങനെയാണ് വായിക്കുക? അത് നെബൂഖദ്നേസർ തിരിച്ചറിഞ്ഞപ്പോൾ അവന്റെ ബുദ്ധി അവനിലേക്ക് മടങ്ങി വന്നു എന്നാണ് നാം വായിക്കുന്നത്. ഒടുവിലായിട്ട് ദൈവത്തെക്കുറിച്ച് പറയുന്ന ദൈവം പാറയാണ് എന്നുള്ളതാണ്. അത് സുരക്ഷിതത്വത്തെയും ഉറപ്പിനെയും നമുക്കുള്ള അഭയത്തെയും പറയുകയാണ്. ഞാൻ അധികം ദീർഘിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അത് പ്രിയമുള്ളവരെ, നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം നാം ചുറ്റുപാടുകളിലേക്കൊക്കെ നോക്കുമ്പോൾ, നമ്മൾ സാക്ഷ്യത്തിൽ കേട്ടതുപോലെ പശ്ചിമേഷ്യയുടെ ഭാഗങ്ങളിലേക്കൊക്കെ നമ്മൾ നോക്കുമ്പോൾ വളരെ കലക്കമുള്ള, കുലുങ്ങിപ്പോകാവുന്ന സാഹചര്യങ്ങളാണ്. എന്നാൽ അതിന്റെ മധ്യത്തിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ പറഞ്ഞതുപോലെ അവനെ അറിയണം. അവനെ അറിയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടും. കേവലം ബുദ്ധിയിലുള്ള അറിവല്ല, വ്യക്തിപരമായിട്ടുള്ള അടുപ്പം എന്ന് പറയും. ഇവിടെ ഹബക്കൂക്ക് പ്രവാചകൻ കലങ്ങിമറിയുന്ന ആശയക്കുഴപ്പത്തിലായ വ്യക്തി താൻ ഉറച്ചു നിൽക്കാനായിട്ട് സാധിച്ചത് അതെ, അവൻ ദൈവത്തെ കുറിച്ചിട്ടുള്ള ഉന്നതമായ അറിവുണ്ട്. അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞു, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ട് എന്നുള്ളത്. നമുക്ക് ഉറച്ചു നിൽക്കാനായിട്ട് സാധിക്കണമെങ്കിൽ അവനോടുള്ള സ്നേഹത്തിൽ, വ്യക്തിപരമായുള്ള അടുപ്പം അത് സ്ഥിരമായിട്ട് പുലർത്തുമ്പോൾ മാത്രമാണ് കുലുങ്ങുന്ന ലോകത്തിൽ, കലക്കമുള്ള ലോകത്തിൽ കുലുങ്ങാതെ ജീവിക്കാനായിട്ട് സാധിക്കും. അതിനായിട്ട് വചനം പറഞ്ഞ എന്നെയും കേട്ട നിങ്ങളെയും ദൈവത്തിന്റെ ആത്മാവ് സഹായിക്കുമാണ്.